എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERT സഞ്ജയൻ എന്ന ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററായ ധർമ്മിക്ക് ആടാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയാണ്. നോക്കാം നമുക്ക്. എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആടെന്ന് പറഞ്ഞാൽ എന്താ? തിരശ്ശീല. അപ്പോൾ ഇന്ന് എന്താണ് സമൂഹത്തിൽ മതത്തെ പറ്റിയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ മതത്തിൻ്റെ മറവിൽ സമൂഹത്തിൽ ജനങ്ങളെ തമ്മിൽ വഴക്കടിപ്പിക്കുക, തെറ്റായ രീതിയിൽ അവരെ വിശ്വസിപ്പിക്കുക, അവരെ ചൂഷണം ചെയ്യുക, സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുക, ഇതെല്ലാമാണ് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത്. ഈ ലോകത്ത് മാത്രമല്ല എല്ലാ രാജ്യത്തും മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലുപിടിപ്പിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. धर्म की आड़. इस समय देश में धर्म की धूम है. उत्पात किए जाते हैं तो धर्म और ईमान के नाम पर और जिद की जाती है. तो धर्म और ईमान के नाम पर रमुआ पासी और बुद्ध मियाँ धर्म और ईमान को जाने या न जाने, परंतु उनके नाम पर उबल पड़ते हैं और जान लेने और जान देने के लिए तैयार हो जाते हैं. അപ്പോൾ ഇവിടെ എന്താണ് റൈറ്റർ പറയുന്നത്? ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പറയുന്നത് എന്താണ്? ഈ സമയം, ഈ കാലഘട്ടത്തിൽ ദേശമേ ധർമ്മക്ക് ധൂം ഹേ. എന്താണ്? ദേശത്തിൽ, അതായത് രാജ്യത്തിൽ മതത്തിൻ്റേതായ ഒരു തിരശ്ശീല അല്ലെങ്കിൽ മതമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞൊരു മറവ് സൃഷ്ടിച്ചിരിക്കുന്നു. ഉത്പാത് കിയേ ജാത്തെ. ഉത്പാത് എന്ന് പറഞ്ഞാൽ ഉപദ്രവം, അതായത് മതത്തിൻ്റെ പേരും പറഞ്ഞ് ശത്രുക്കളെ ഉണ്ടാക്കുക. തോ ധർമ്മ ഓർ ഇമാൻ കെ നാം പർ. എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ മതം. ഇമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണ് എന്തുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കുന്നത്. അവർ ജിദ് കി ജാതിയെ, അതായത് ജിദ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ, ശാഠ്യങ്ങൾ, മതത്തിന് വേണ്ടിയിട്ട് ശാഠ്യങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള ഇന്ന മതമാണ് നല്ലതെന്നും പറഞ്ഞ് ചില ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ശാഠ്യം പിടിക്കുന്നു. തോ ധർമ്മ ഓർ ഇമാൻ കെ നാം പർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ വേണ്ടിയിട്ടാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. രമുവ എന്ന് പറഞ്ഞാൽ മുസൽമാനും അല്ലെങ്കിൽ മുസ്ലിമും ഓർ ബുദ്ധു മിയ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരും, അവർ ഇമാൻ കോ ജാനെ, അവർക്ക് എന്താ പറയുക, അദ്ദേഹം പറയുന്നത് മുസ്ലിം മതത്തിൽപ്പെട്ടവരായാലും അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് മതത്തെക്കുറിച്ച് എന്തറിയാം? മതം എന്താണ്, അല്ലെങ്കിൽ ധർമ്മം എന്താണ്, വിശ്വാസം എന്താണെന്ന് ജാനെ, അറിയാമായിരിക്കാം, യാ ന ജാനെ, അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം. പരന്തു ഉൻകെ നാം പർ ഉബൽ പടുത്തേ ഹെ. അവർക്ക് മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചോ അതിൻ്റെ കറക്റ്റായ ധാരണ എന്താണെന്ന് ചിലർക്കറിയാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അവരെന്താണ്? ഉബൽ പഠന എന്ന് പറഞ്ഞാൽ എന്താണ്? രോക്ഷം പ്രകടിപ്പിക്കുക. പക്ഷേ അവർക്ക് എന്താണ്? അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാണ്ട് ഉബൽ പടുത്തേ ഹെ, അവരതിൽ രോഷം പ്രകടിപ്പിക്കുന്നു. അവർ ജാൻ ലേനെ और जान देने के लिए तैयार हो जाते हैं. അവരെന്താ ചെയ്യുന്നത്? ഈ മതത്തിന് വേണ്ടിയിട്ട് ജാൻ ലേനെ, ജീവൻ എടുക്കാനും അതുപോലെ തന്നെ ജാൻ ദേനെ കെ ലിയെ തയ്യാർ ഹോ ജാത്തെ ഹെ. അതായത് ജീവൻ എടുക്കാനും അവർ തയ്യാറാണ്, അതുപോലെ തന്നെ അവർ മരിക്കാനും തയ്യാറാണ്. മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നത് ചില ആൾക്കാർ, സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ദേശത്തുള്ള എല്ലാ ആൾക്കാരുടെ ഉദ്ദേശം അതല്ല. പക്ഷേ ചില ആൾക്കാർ മതം, നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ഏത് മതം സ്വീകരിക്കണമെന്നും ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വ്യക്തിപരമായി എല്ലാവർക്കും അവകാശമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്താണ് ഈ മതം എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ മീനിങ് എന്താണോ അല്ലെങ്കിൽ വിശ്വാസം എന്താണോ എന്നൊന്നും അറിയില്ല, എന്നാൽ പോലും അവർ ഇതിൻ്റെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു.
ചിലവർ മതത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും തയ്യാറായി നിൽക്കുന്നു എന്നാണ് ലേഖകനിവിടെ പറയുന്നത്. ദേശ് കി സബി ശഹരോं का यही हाल है. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്താണ് ഇത് തന്നെയാണ് അവസ്ഥ. उबल पड़ने वाले साधारण आदमी का इसमें केवल इतना ही दोष है कि वह कुछ भी नहीं समझता. ഈ ഉബൽ പഠനം നമ്മൾ നേരത്തെ പറഞ്ഞു രോഷം പ്രകടിപ്പിക്കുക. ഈ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ രോഷം പ്രകടിപ്പിക്കുന്ന സാധാരണ ആത്മി, അതായത് സാധാരണ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനം അവർക്ക് എന്താണ് കേവൽ ഇത്നാഹി ദോഷേക്കി, അവരുടെ എന്താണ് അവരുടെ കുറവെന്താണ്? ഇപ്പോൾ കുഷ്പി നഹി സംസ്ഥ, അവർക്ക് എന്താണ് ഈ മതമെന്നോ അല്ലെങ്കിൽ എന്താണോ വിശ്വാസമെന്നോ അവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേക ധാരണയൊന്നുമില്ല. അവർ ദൂസരെ ലോഗ് ഉസെ ജിതർ ജ്യോത് ദേത്തെ ഹെ. പക്ഷേ ജ്യോതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിക്കുക. ധർമ്മം എന്താണെന്നോ മതം എന്താണെന്നോ ഒന്നും അവർക്ക് പ്രത്യേകമായ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ പറയണ കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ വാക്കുകൾ അനുസരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉദർ ജുത് ജാത്താ ഹെ, അതിൽ വിശ്വസിച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടുന്നു. യഥാർത്ഥ ദോഷ് ഹെ കുച്ച് ചലത്തെ പുർച്ചെ പടേ ലിഗെ ലോകങ്ക. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് സാധാരണ ശരിക്കും എന്താണ് ദോഷം? കുച്ച് ചലത്തെ പുറച്ചെ എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള കുറച്ച് ആൾക്കാർ പടയിലികെ ലോകമൊക്ക, അതായത് പഠിച്ചിട്ടുള്ള ആൾക്കാർ ജോ മൂർക്ക് ലോകോങ്കി ശക്തിയോ, അതായത് മൂർക്ക് ലോകം എന്ന് പറഞ്ഞാൽ മൂർഖെന്ന് പറഞ്ഞാൽ വിഡ്ഢിയാണ്. പക്ഷേ ഇവിടെ വിഡ്ഢിയല്ല അർത്ഥം, അതായത് അധികം വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ ശക്തികൾ ലോകോങ്കി ശക്തിയും അവർ ഉത്സാഹിക്ക, അവരുടെ ശക്തികളെയും ആ ഉത്സാഹത്തെയും ദുരുപയോഗം ചെയ്യുന്നു. ദുരുപയോഗ इसलिए कर रहे हैं कि इस प्रकार जाहिलों के बल के आधार पर उनका नेतृत्व और बड़प्पन कायम रहे. അവർ ഈ സാധാരണക്കാരായ പഠിച്ച കുറേ ആൾക്കാർ അധികം വിദ്യാഭ്യാസമില്ലാത്ത വളരെ താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരുടെ ആ ഉത്സാഹം, അവരുടെ എനർജിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജാഹിലോं के बल में जाहिलों के बल के आधार पर उनका नेतृत्व और बड़प्पन कायम रखे. ആ പാവപ്പെട്ട വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരുടെ കഴിവും ശക്തിയും ഉപയോഗിച്ച് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ മഹത്വം അവർ വർദ്ധിപ്പിക്കുന്നു. അവർ നേതൃത്വം കായം രക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ കഴിവുകളൊക്കെ ആരിലൂടെയാണ് സമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നത്? നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ ആ ശക്തിയും കഴിവുകളുമാണ് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുറച്ച് ഉന്നതരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് സാധാരണക്കാരെ പണക്കാർ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്നാണ് ലേഖൻ പറയുന്നത്. സാധാരണക്കാരെ വെച്ച് പണക്കാർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ട്? മതത്തെക്കുറിച്ച് പറഞ്ഞാണ് അവർ സാധാരണക്കാരെ ചൂഷണം ചെയ്യിപ്പിക്കുന്നത്. അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നു, ചീത്തയായ വഴികളിലൂടെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ. इसके लिए धर्म और ईमान की बुराइयों से कम लेना उन्हें सबसे सुगम मालूम पड़ता है, सुगम है भी. അപ്പോൾ ഇവർക്ക് എന്താണ് ഇങ്ങനെ സാധാരണക്കാർ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ പണക്കാരായ ആൾക്കാർ അവരുടെ വഴി അങ്ങോട്ട് സുഗമമാക്കുന്നു. അവരെന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്? അതിലൂടെ കാര്യങ്ങൾ നേടാനായിട്ട് അവർ ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നു എന്ന്. साधारण से साधारण आदमी तक वे दिल में यह बात अच्छी तरह बैठी हुई है कि धर्म और ईमान की रक्षा के लिए प्राण तक दे देना वाजिब है.
അപ്പോൾ ഇവിടെ എന്താണ് സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരുടെ ദിൽമേ മനസ്സിൽ യവ് ബാത്ത് അച്ചി തര ബൈറ്റി ഹുയി എന്ന് അവരുടെ മനസ്സിൽ അടിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചേക്കണം എന്താണ് ധർമ്മ और ईमान की रक्षा के लिए ധർമ്മത്തിൻ്റെയും മതത്തിൻ്റെയും സംരക്ഷണത്തിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി പ്രാൺ തക് ദേന വാജിബ് ഹെ പ്രാണം വരെയും കൊടുക്കാനായിട്ട് വാജിബ് എന്ന് പറഞ്ഞാൽ പ്രാണം വരെയും കൊടുക്കുന്നത് ഉചിതമാണെന്ന് പോലും അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വച്ചിരിക്കുന്നു. ബേച്ചാര സാധാരണ ആത്മീ ധർമ്മക്കെ തത്വം കോ ക്യാ ജാനെ ഈ പാവപ്പെട്ട സാധാരണമായ വ്യക്തികൾ ഈ ധർമ്മത്തിൻ്റെ തത്വങ്ങൾക്ക് ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് ആ സാധാരണക്കാരായ ജനങ്ങൾക്കറിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല, അത്ര വിദ്യാഭ്യാസമില്ല. അപ്പോൾ അവരെ തെറ്റായ രീതികൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഈ സാധാരണക്കാരായ ജനങ്ങളെ ഈ പണക്കാരെന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് എന്താണ് മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ വരെയും കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ വരെയും പ്രേരിപ്പിക്കുന്നു. ലക്കീർ പീഡത്തെ രഹനാ ഹി വ അപ്പന ധർമ്മ സംസ്ഥാഹെ അതായത് ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്ത് നൽകിയാൽ ലക്കീർ പീഡനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നർത്ഥം. പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നത് എന്താണ്, അവരുടെ ഡ്യൂട്ടിയാണ് എന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. उसकी इस अवस्था से चालाक लोग इस समय बहुत बेजा फ़ायदा उड़ा रहे हैं. ഇസ്കി അവസ്ഥാസെ അതായത് പാരമ്പര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെയും കൊടുക്കണം അല്ലെങ്കിൽ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ എടുക്കാനും തയ്യാറാകണമെന്ന് ഇങ്ങനെയുള്ള ചാലാക്ക് ലോഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആ സൂത്രശാലികൾ, ചാലാക്ക് എന്ന് പറഞ്ഞാൽ സൂത്രശാലികൾ അവരെന്താണ് ഈ സമയം ബഹുത് ബേജ ഫൈദ ഉടാറഹേന്ന് ഈ സമയത്ത് സൂത്രശാലികളെ ആൾക്കാർ ഇവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാനായിട്ട് വളരെ ശാലികളായി ഇവർ ശ്രമിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അത് വല്ലാത്തൊരു മോശമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പാശ്ചാത്യ ദേശോं में धनी लोगों की गरीब मजदूरों की चौपड़ी का मसा उड़ाती हुई അട്ടാലിഖായം എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ വലിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ. അപ്പോൾ പാശ്ചാത്യ ദേശത്തിൽ എങ്ങനെയാണ് ധനി ലോകോങ്കി വളരെയധികം പണക്കാരായ ആൾക്കാരെന്താ ചെയ്യുന്നത്, ഗരീബ് മസ്ദൂരോങ്കി ചോപ്പടിക്ക. ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ചോപ്പടി കുടിലുകൾക്ക് നേരെ മസാ കുടാത്തി എന്ന്, അതായത് അവരുടെ കുടിലുകൾ കണ്ടിട്ട്, അതായത് വലിയ വലിയ പണക്കാരുടെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ കുടിലുകളെ നോക്കിയിട്ട് പരിഹസിക്കുന്നതായിട്ടാണ് ലേഖകൻ പറയുന്നത്. ഗരീബോं की കമായി ഹി സേവേ മോട്ടേപ്പെടുത്തേ. അവരെങ്ങനെയാണ് ഈ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. ഗരീബോं की കമായി എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പോൾ അവരെ കൊണ്ട് കുറഞ്ഞ വേതനത്തിൽ അവരുടെ അധ്വാനം മുതലെടുത്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, മോട്ടേപ്പെടുത്തേ, അവർ വലിയ ആളാകുന്നു. और उसी के बल से वे सदा इस बात का प्रयत्न करते हैं कि ഗരീബ് സദാ ചൂസേ ജാത്തേ രഹേ. അപ്പോൾ അവർ ആ ഒരു ബലത്തിൽ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇസ് ബാത്ത് കാ പ്രയത്ന കർത്തേ ഹേ എന്താണ് സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത്, ഗരീബ് സദാ ചൂസേ ജാത്തേ രഹേ. പാവപ്പെട്ടവർ എപ്പോഴും എന്തിനാണ്, ചൂഷണം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നു. ഭയങ്കര അവസ്ഥ ഹേ. ഇത് എന്താണ്, രാജ്യത്തിൻ്റെ ഒരു മോശമായ ഒരവസ്ഥ തന്നെയാണ്. ഇസിക്കെ കാരൻ സാമ്യവാദ് ബോൾഷിവിസ് ആദി ക ജന്മ ഹുവ. അപ്പോൾ അതിനെതിരായിട്ട്, അതായത് പാവപ്പെട്ടവരെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയാനായിട്ടാണ് എന്താണ് സാമ്യവാദ്, കാറൽ മാർക്സിൻ്റെ സാമ്യവാദ്, പിന്നെ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷിവിസമൊക്കെ ഉടലെടുത്തത്. അതായത് മുതലാളിത്ത വർഗത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ പോരാടാനാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ, കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉടലെടുത്തത്.
അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് തന്നെ സാമ്യവാദം ബോൾഷിവിസവും ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ലേഖകനിവിടെ പറയുന്നത്. हमारे देश में इस समय ധനപതിയോं का इतना जोर नहीं है. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മുടെ ദേശത്തിൽ ധനപതി എന്ന് പറഞ്ഞാൽ പണക്കാരുടെ നമ്മുടെ ദേശത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ അത്ര ശക്തി പ്രാപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. हमारे देश में इस समय धनपतियों का इतना जोर नहीं है. यहाँ धर्म के नाम पर कुछ इने गिने आदमी अपने हीन स्वार्थों की सिद्धि के लिए കരോളോ ആത്മീയോ की शक्ति का दुरुपयोग किया करते हैं. അതായത് ലേഖനം ഇവിടെ പറയുന്നത് എന്താണ്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളത്ര എന്താണ് ചൂഷണങ്ങൾ നമ്മുടെ രാജ്യത്തില്ല. യഹാം ധർമ്മക്കെ നാം പറയും. ഇവിടെ എങ്ങനെയാണ്, മതത്തിൻ്റെ പേരിൽ കുച്ച് ഇനെ ഗിനെ, അതായത് കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാർ, ഇനെ ഗിനെ ആത്മി അപ്പനെ ഹീന സ്വാർത്ഥോങ്കി സിദ്ധിക്കല്, തൻ്റെ ഹീനമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, ആ സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കരോളം ആത്മോങ്കി ശക്തി, കോടിക്കണക്കിന് മനുഷ്യരുടെ ശക്തി ദുരുപയോഗിക്കുക കർത്തേഹെ, ആ ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നു. गरीबों का धनाढ्यों द्वारा चूसा जाना इतना बुरा नहीं है जितना बुरा यह है कि वहाँ है धन की मार, यहाँ है बुद्धि पर मार. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, അപ്പോൾ ലേഖം പറയാം, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാളും മോശമായ കാര്യമാണ് എന്താണ്, നമ്മുടെ രാജ്യത്ത് മതത്തെ ഉപയോഗിച്ച് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പണത്തെക്കാട്ടിയാണ് കോടിക്കണക്കിന് ആൾക്കാരെ വശീകരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും, അവരുടെ ഉപയോഗം കഴിയുമ്പോൾ മന്മന, അവർ തന്നിഷ്ടം കാണിച്ച് അവർ പോകും. അപ്പോൾ പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഗരീബോങ്ക ധനാട്യോം ദ്വാര ചൂസാ ജാന ഇത്തന ബുരാ നഹി ഹെ. പാവപ്പെട്ടവരെ പണം കാണിച്ചിട്ട് അവരെ ചൂഷണം ചെയ്യുന്നത് അത്ര വലിയ തെറ്റുള്ള കാര്യമല്ല. ജിത്തന ബുരായ ഹേക്ക് വഹാഹെ ധൻകിമാർ, അവിടെ ധനം കൊണ്ടാണ് അടിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, ബുദ്ധി, അതായത് സാധാരണക്കാരെ ബുദ്ധിയെ അവർ മരയിപ്പിച്ചിട്ട് തെറ്റായ ധാരണകൾ അവരുടെ ചിന്തകളിൽ കൊടുത്തിട്ടാണ് ചൂഷണം ചെയ്യുന്നത്. വഹാൻ ധൻ ദിഗാക്കർ കരോളോങ്കോ വശ്മേ കിയാ ജാത്താ ഹെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, പണം കൊടുത്തിട്ട് അവരുടെ ബുദ്ധിയെ വശത്താക്കും. और फिर मनमाना धन पैदा करने के लिए जोत दिया जाता है. പിന്നെ എന്ത് ചെയ്യും, ഈ മുതലാളിമാർ അവരുടെ ഉപയോഗം കഴിയുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പോലെ അവരെ ഉപേക്ഷിക്കുന്നു. यहाँ है बुद्धि पर पर्दा डालकर पहले ईश्वर और आत्मा का स्थान अपने लिए लेना और फिर धर्म ईमान ईश्वर और आत्मा के नाम पर अपनी स्वार्थ सिद्धि के लिए लोगों को लड़ाना बिड़ाना. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ഒരു പർദ്ദ, അതായത് ഒരു മറ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരെ ബുദ്ധിയെ മറച്ചുകൊണ്ട്, അതായത് അവരുടെ ബുദ്ധിയിലേക്ക് തെറ്റായ ധാരണകൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഈശ്വരനും ആത്മാവും ഒക്കെ സ്വയം ഞാനാണെന്ന് ചമഞ്ഞുകൊണ്ട് ധർമ്മത്തെയും ഈശ്വരനെയും അതുപോലെ തന്നെ അതായത് വിശ്വാസത്തേക്ക് എന്ത് ചെയ്യുന്നു, തമ്മിലടിപ്പിക്കാൻ ധർമ്മം ഈമാൻ ഈശ്വർ, അതായത് ധർമ്മത്തെയും വിശ്വാസത്തെയും ഈശ്വരനെയും അവർ ആത്മാവ്, ഇവരുടെയൊക്കെ പേര് സ്വയം അവരൊക്കെ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വാർത്ഥ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, സിദ്ധിക്കയിലെ ലോകോങ്കോ ലഡാന ബിഡാന, ആൾക്കാരെ തമ്മിൽ ലഡാന ബിഡാന എന്ന് പറഞ്ഞാൽ എന്താണ്, തമ്മിലടിപ്പിക്കുക, ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. मूर्ख बेचारे धर्म की दुराइयां देते और ദീൻ ചില്ലാത്തേ ഹെ. അപ്പോൾ വിഡ്ഢികളായ ആൾക്കാർ, പാവപ്പെട്ട വിഡ്ഢികളായ ആൾക്കാർ എന്ത് ചെയ്യും, ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറാകും. अपने प्राणों की बाजियां खेलते और दौड़े से अनियंत्रित और धूर्त आत्मियों का आसन ऊंचा करते और उनका बल बढ़ाते हैं. മതത്തിൻ്റെ പേരിൽ ഇവർ കിടന്ന് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് ഇവിടെ കിടന്ന് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും, പ്രാണം കൊടുക്കും. പിന്നെന്താണ്, ധനികന്മാരായ അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇവരുടെ ജീവൻ ബലിയർപ്പിക്കാൻ അവർ തയ്യാറാകും.
धर्म को धर्म और ईमान के नाम पर किए जाने वाले इस भीषण व्यापार को रोकने के लिए അപ്പോൾ ധർമ്മത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും നടക്കുന്ന ഈ ഭീഷൺ വ്യാപാർ ഒരു ഭീഷണിയായ ഈ വ്യവസായം ഒരു വ്യവസായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമൂഹത്തിൽ. അപ്പോൾ അതിനെ രോക്നെ के लिए അത് ഇല്ലാണ്ടാക്കാൻ സാഹസ് और ദൃഢത के സാത്ത് അതായത് ധൈര്യത്തോടും അതുപോലെ തന്നെ ദൃഢതയോടും കൂടി ഉദ്യോഗ ഹോന ചാഹിയെ. അതിനെതിരെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിന് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇതിനെതിരെ ദൃഢമായിട്ട് മുന്നേറണം. ജബ് തക് ഏസാ നഹീ ഹോഗ അങ്ങനെയല്ലാത്ത സമയം അല്ലെങ്കിൽ അങ്ങനെ ആയില്ലെങ്കിൽ തബ് തക് ഭാരതവർഷമേ നിത്യപ്രതി ബഡ്ത്തെ ജാനേ വാലെ ജഗഡെ കം നാ ഹോങ്കെ. അപ്പോൾ അങ്ങനെ ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴാണോ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക, ഇതിനൊരു മാറ്റം വരിക, ആ സമയത്ത് മാത്രമേ നമ്മുടെ ഭാരതവർഷത്തിൽ നിത്യപ്രതി എന്നും നടക്കുന്ന ബഡ്ത്തെ ജാനേവാലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജഗഡെ ഈ വഴക്കുകൾക്ക് ഒരു കംന ഹോങ്കെ ഒരവസാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചെങ്കിലും ഒന്ന് മാറ്റം വരണമെങ്കിൽ നമ്മൾ ഇതിനെതിരെ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ധർമ്മ की उपासना के मार्ग में कोई भी रुकावट ना हो. അതായത് അദ്ദേഹം പറയുന്നതാണ് ധർമ്മത്തിനെ ഉപവസിക്കുക എന്ന കാര്യത്തിൽ ഒരു തടസ്സം വരാൻ പാടില്ല. ജിസ്കാ മൻ ജിസ് പ്രകാർ ചാഹെ മതം വേണം, പക്ഷേ അതിൻ്റെ ആ ഒരു ധർമ്മം ആചരിക്കുന്നതിനൊന്നും ഒരു തടസ്സം വരാൻ പാടില്ല. ജിസ്കാ മൻ ജിസ് പ്രകാർ ചാഹെ ഒരാളുടെ മനസ്സ് എങ്ങനെയുള്ള ഒരു മതമാണ് ആഗ്രഹിക്കുന്നത് ഉസി പ്രകാർ ധർമ്മ की भावना को अपने मन में जगावे. അതേ ആ ഒരാളുടെ മനസ്സ് ഞാൻ ഇന്ന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് സ്വീകരിക്കാനുള്ള തൻ്റെ മനസ്സിൽ അത് സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. ധർമ്മ അവർ ഇമാൻ മൻക സൗദാഹെ. ധർമ്മം എന്നുള്ളതും അതായത് ഒരു വ്യക്തിക്ക് അവരവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ആ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉണർത്താൻ ശ്രമിക്കണം. ധർമ്മവും വിശ്വാസവും മനസ്സിൻ്റെ ഒരു വികാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൻക സൗദാഹി എന്ന് പറഞ്ഞാൽ ധർമ്മവും വിശ്വാസവും എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വികാരമാണ്. ഈശ്വർ और ആത്മാ के बीच का संबंध है. ഈശ്വരൻ്റെയും ആത്മാവിൻ്റെയും ബീച്ച് നടുവിൽ നിൽക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എന്തിനും മതത്തിന്. ആത്മാക്കോ ശുദ്ധ കർണേ അവർ ഊഞ്ചേ ഉടാനേക്ക സാധൻ ഹോ. അതുപോലെ തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ അതിനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും എന്തിന് പങ്കുണ്ട്? ധർമ്മത്തിനും വിശ്വാസത്തിനും മുഖ്യമായ പങ്ക് ഉണ്ട്. वह किसी दिशा में भी किसी दूसरे व्यक्ति की वह किसी दिशा में भी किसी व्यक्ति की സ്വാധീനത को छीनने या कुचलने का साधन न बने. അപ്പോൾ അതൊരു ഏതൊരവസ്ഥയിലും മറ്റൊരാളുടെ സ്വാധീനം കൊണ്ട് അത് ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കിസി ദശാമേബി അതായത് ഏത് സമയത്തായാലും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലായാലും കിസി ദൂസരെ വ്യക്തിക്ക് സ്വാധീനാക്കോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ സ്വാധീനത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ചീനയ കുചലിനേക്ക സാധനമനെ അത് തട്ടിയെടുക്കാനായിട്ട് ആ സ്വാതന്ത്ര്യത്തിന് മുറിവേക്കാനായിട്ട് ഒരിക്കലും പാടില്ല. ആപ്കാ മൻ ചാഹെ താങ്കളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ഉസ് തരക്ക ധർമ്മ ആപ് മാനെ അതേപോലത്തെ ഒരു മതത്തെ താങ്കൾക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കായാലുമുണ്ട്. ആപ്കാ മൻ ചാഹെ താങ്കളുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് ഉസ് തരക്ക ധർമ്മ ആപ് മാനെ അതേപോലുള്ളൊരു മതത്തെ സ്വീകരിക്കേണ്ട സ്വാതന്ത്ര്യം തനിക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട്. और दूसरों का मन चाहिए മറ്റുള്ളവരുടെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത് ഉസ് പ്രകാർക്ക ധർമ്മ ബഹുമാനെ അതേപോലത്തെ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ധർമ്മത്തെ അയാൾ സ്വീകരിച്ചോട്ടെ. ദോ ഭിന്ന ധർമ്മോं के मानने वालों का टकरा जाने के लिए कोई भी स्थान ना हो. രണ്ട് വിഭിന്ന മതങ്ങൾ രണ്ട് വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ വഴക്കടിപ്പിക്കുന്ന കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല.
यदि किसी धर्म के मानने वाले कहीं जबरदस्ती टांग अड़ाते हो तो उनका इस प्रकार का कार्य देश की സ്വാധീനത के विरुद्ध समझा जाए. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയെ ഇന്ന മതത്തിൽ ചേരണം അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്ന് ജബർദസ്തി, അതായത് അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉസ്ക ഇസ് പ്രകാർ കാ കാര്യ, അയാൾ ആ ചെയ്യുന്ന ഈ പ്രവൃത്തി ദേശ് കി സ്വാധീനതയ്ക്ക് വിരുദ്ധ സമച്ച ജാത്ത ഹെ, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിട്ടാണ് അത് സംഭവിക്കുക എന്നാണ് ലേഖൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കണം അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വാസം ഉറപ്പിക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട്. അതിൽ വേറൊരാൾ ചെന്ന് കൈകടത്തരുത്, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നാണ് ലേഖനോട് ഉദ്ദേശിക്കുന്നത്. देश की स्वाधीनता के लिए जो उद्योग किया जा रहा था उसका वह दिन निसंदेह अत्यंत बुरा था. जिस दिन स्वाधीनता के क्षेत्र में खिलाफत, मुल्ला, मौलवियों और धर्माचार्यों को स्थान दिया जाना आवश्यक समझा गया. ഇവിടെ എന്താ പറയുന്നത്? ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ എന്താണ് മോശം, അവർക്കൊക്കെ മോശം, അതായത് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളുടെ മുതിർന്ന നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു, അവർക്കൊക്കെ ഇപ്പം മോശം അവസ്ഥയാണെന്ന് പറയാൻ ദിനമായിരിക്കുന്നു എന്ന് പറയണത് എന്താണ്? ആരൊക്കെയാണ്? അതായത് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകർ, മുല്ല പ്രവാചകർ, പിന്നെ എന്താ മൗലവിയൊക്കെ എങ്ങനെയാണ്? അവർ മതധർമ്മ ആചാരന്മാരാണ്. അവർക്ക് വേറൊരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. മുല്ലയ്ക്കും അതുപോലെ തന്നെ മൗലവി, ഇവരൊക്കെ മതപ്രവാചകന്മാരാണ്. അവർക്ക് വേറൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ മോശം ദിനമായിരിക്കും എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ അംഗീകരിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നവരെ ആ പോരാട്ടത്തിനെ ഒരു പിന്നോട്ട് നയിക്കുന്നതാണ് പറയുന്നത്. മൗലവിമാർ, ഖിലാഫത്ത്, മുല്ല ഇവരൊക്കെ എന്താണ്? ധർമാചാര്യമൊക്കെ സ്ഥാനം ചെയ്യാൻ ആവശ്യം സമച്ചാകയ, അവർക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അവരൊക്കെ കൂടുതൽ എന്താ ചെയ്യുന്നത്? മതത്തെക്കുറിച്ച് ഘോരം ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പോൾ ഏക് പ്രകാർ സെ ഉസ് ദിൻ ഹംനെ സ്വാധീനതാക്കിയ ക്ഷേത്രമേ, അപ്പോൾ നമ്മൾ പണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഒരടി നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പനെ ഉസി പാപ് കാ ഫൽ ആജ് ഹമേ ഭോഗ്ന പഡ് റഹാ ഹെ. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ചെയ്തതിൻ്റെ ആ ഫലമാണ്, പാപമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. देश को स्वाधीनता के संग्राम ही ने मौलाना अब्दुल बारी और शंकराचार्य के देश के सामने दूसरे रूप में पेश किया. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് മതാചാര്യന്മാർക്ക് പ്രാധാന്യം കൊടുത്താൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പാപത്തിൻ്റെ ഫലം കാലങ്ങളോളം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആർക്ക്? മതധർമ്മ ആചാരന്മാർക്ക് നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ശ്രമിച്ച അവരുടെയൊക്കെ ഒരു മോശം ദിനമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് അത് പറയുന്നത്? ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മൗലാന അബ്ദുൽ ബാരിക്കും അതുപോലെ തന്നെ ശങ്കരാചാര്യർക്കുമുള്ള സ്ഥാനം എന്താണ്? വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അവർ കൂടുതൽ ശക്തിശാലിയാക്കി അതിൻ്റേതായ പരിണത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ആർക്കും ഒരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ആരുടെ ശക്തി അല്ലെങ്കിൽ ആരുടെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടായത്? മൗലാന അബ്ദുൽ ബാരി അതുപോലെ തന്നെ ശങ്കരാചാര്യരൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഏത് മതം സ്വീകരിക്കണം, നമുക്ക് അത് ഏത് വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണമെന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ उन्हें अधिक शक्तिशाली बना दिया और हमारे इस काम का फल यह हुआ कि इस समय सारे हाथों ही से बढ़ाई इनकी और इनके से लोगों की शक्तियाँ हमारी जड़ उगाड़ने और देश में मजहबी पागलपन प्रपंच और उत्पाद का राज्य स्थापित कर रही है. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മതാചാരന്മാരെയും അവരുടെ പിൻഗാമികളെയും ശ്രേഷ്ഠരാണെന്ന് നമ്മൾ അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദേശത്തിൻ്റെ മഹത്വം വേറൊരു ലെവലിലേക്ക് പോകും, ശക്തി പ്രാപിക്കും.
മജ്ഹബി എന്ന് പറഞ്ഞാൽ മതഭ്രാന്തന്മാർ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, ചതി, വിദ്വേഷം, പ്രപഞ്ച്, ഉൽപാദം എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കുക, വിരോധം. ഇതെല്ലാം ആരുണ്ടാക്കുന്നു? ഈ മതഭ്രാന്തന്മാരാണ് ഉണ്ടാക്കുന്നത്. മഹാത്മാഗാന്ധി ധർമ്മക്കോ സ്വതന്ത്ര സ്ഥാൻ ദേത്തെ ഹെ. മഹാത്മാഗാന്ധി എന്താണ് മതത്തിന്, അതായത് പറയുന്നത് മതഭ്രാന്തന്മാർ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ആ ചിന്തയിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് അവർ സ്വന്തം ജീവൻ കൊടുക്കാനും മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ വരെ അവർ തയ്യാറാകുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് ഇനിയും നമ്മളത് തിരുത്തേണ്ടതെന്നാണ് ലേഖനൂടെ പറഞ്ഞിരുന്നത്. മഹാത്മാഗാന്ധി ധർമ്മക്കോ സ്വതന്ത്ര സ്ഥാൻ ദേത്തെ. മഹാത്മാഗാന്ധി എന്താണ്? ധർമ്മത്തിന് ഒരു ഫ്രീഡമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത്. ധർമ്മയ്ക്ക് സർവത്ര സ്ഥാൻ ദേത്തെ. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന്. വയ്യേക്ക് പഗ് ബി ധർമ്മക്കെ ബിന ചലനെ കെ ലിയെ തയ്യാർ നഹി. ആ ധർമ്മത്തെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറല്ല. പരന്തു ഉൻകി ബാത് ലേ उड़ने के पहले प्रत्येक आदमी का कर्तव्य यह है कि वह बलि बांधी समझ ले कि महात्मा जी के धर्म का स्वरूप क्या है. അദ്ദേഹം എന്താണ്? ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ആ ധർമ്മം, അതിൻ്റെ കറക്റ്റായ മീനിങ് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണെന്നാണ് ലേഖകൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഉദാര തത്വങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹം എന്താണ് വിചാരിച്ചതെന്ന് നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെയാണ് ലേഖനോട് പറയുന്നത്. धर्म से महात्मा जी का मतलब धर्म ऊंचे और उदार तत्वों ही का हुआ करते हैं. അപ്പോൾ അദ്ദേഹം ധർമ്മത്തെ അദ്ദേഹം എങ്ങനെയാണ്, ധർമ്മം എന്നാൽ അദ്ദേഹം എന്താണ് പറഞ്ഞേക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അത് വളരെയധികം ഉയർന്ന രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. ഉൻകെ മാനമേ കിസെ എത്രാസ് ഹോ സക്താ ഹെ. എത്രാസ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങളില്ല അതിനെക്കുറിച്ചെന്നുള്ളതാണ്. अजाम देने, शंख बजाने, नाक दबाने और നമാസ് പഠനെ കാ നാം ധർമ്മ നഹി ഹെ. അതായത് അജാം ദേനെ എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശംഖൂതുക, നാക്ക് എന്ന് പറഞ്ഞാൽ പ്രാണായാമം, നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് കറക്റ്റായിട്ട് ധർമ്മമെന്ന് പറയാൻ പറ്റില്ല. ശുദ്ധാചരണം അവർ സദാചാർ ഹി ധർമ്മക്കെ സ്പഷ്ട ചിഹ്നേ. ശുദ്ധാചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് 2 മണിക്കൂർ പൂജ ചെയ്തിട്ടോ, അല്ലെങ്കിൽ 5 നേരം നിസ്കരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈശ്വരനെ 2 മണിക്കൂർ പൂജിക്കുക, എന്നിട്ട് എന്ത് ചെയ്യും? രാവിലെ ഇരുന്ന് ഈശ്വരനെ പൂജിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കും. ഇതെല്ലാം ചെയ്തു കൊണ്ടിട്ട് പിന്നീടുള്ള സമയങ്ങൾ മുഴുവനും മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയാനും അവർക്ക് വേണ്ടിയിട്ട് അവരെ ദ്രോഹിക്കാനും ഉപയോഗിച്ചാൽ അതിനെങ്ങനെയാണ് ധർമ്മം എന്ന് പറയുന്നത്? അപ്പോൾ അതിനെയൊന്നും അല്ല ധർമ്മം എന്ന് പറയുന്നത്. ശുദ്ധാചരൻ, അതായത് ശുദ്ധമായ ആചരൻ, അതായത് നല്ല രീതിയിലുള്ള പെരുമാറ്റത്തെയാണ് എന്ത് പറയുന്നത്? ധർമ്മം. അതാണ് ശരിയായ ധർമ്മത്തിൻ്റെ ശരിയായ ചിഹ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 घंटे के तक बैठकर पूजा के लिए और 5 वक्त नमाज भी അതാ കിജ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് 2 മണിക്കൂർ പൂജ ചെയ്തുകൊണ്ടിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കും. परंतु ईश्वर को इस प्रकार रिश्तों के दे चुकाने के पश्चात यदि आप अपने को दिन भर बेईमानी करने और दूसरों को तकलीफ पहुंचाने के लिए आज़ाद समझते हैं तो इस धर्म को अब आगे आने वाला समय कदापि नहीं टिकने देगा. കുറച്ച് സമയം ദൈവത്തെ പൂജിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നാൽ അത് നല്ല കറക്റ്റായിട്ടുള്ളൊരു ധർമ്മമാണെന്ന് ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ആപ്ക പൂജ പാഠന ദേക്കാ ജായേഗ. ഈശ്വരൻ എന്താണ് താങ്കളുടെ ആ പൂജ ഒന്നും കാണില്ല. ആപ്കി ബെൽമൻ സാഹബ് കി കസൗട്ടി കേവൽ ആപ്ക ആചരൺ ഹോഗി. ബെൽമൻ സാഹബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല മനസ്സ്, സജ്ജനത, അതെല്ലാം കസൗട്ടി കേവൽ ആപ്ക ആചരൺ ഹോഗ. അതെല്ലാം എന്താണ് നല്ല വ്യക്തി എന്ന് ഒരാളെ നല്ല വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അയാളുടെ ആചരണം, അയാളുടെ പെരുമാറ്റം, ബിഹേവിയർ കണ്ടാണ് അയാൾ നല്ലൊരു സജ്ജൻ വ്യക്തിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ് ധർമ്മക്കോ ആകെ ആനേവാല सबके कल्याण की दृष्टि से आपको अपने आचरण को सुधारना पड़ेगा. सबके कल्याण की दृष्टि से, അതായത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യണം, താങ്കളുടെ പെരുമാറ്റത്തെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. और यदि आप अपने आचरण को नहीं सुधारेंगे तो नमाज और रोज़े, पूजा और गायत्री आपको देश के अन्य लोगों की आज़ादी को रौदने और देश भर में उत्पादों का कीचड़ उजालने के लिए आज़ाद न छोड़ सकेंगे. അതിന് നിങ്ങളത് തിരുത്തിയില്ലെങ്കിൽ, നമാസ് അവർ റോസ എന്ന് പറഞ്ഞാൽ ദിവസവും നിസ്കരിക്കുക, പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ചൊല്ലിയത് കൊണ്ടോ താങ്കളുടെ ദേശത്തിൻ്റെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താനും രാജ്യം മുഴുവൻ വിപ്ലവം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ऐसे धर्म और दीनदार आत्मीयों से तो वे लाम मजहब और नास्तिक आदमी कहीं अधिक अच्छे और ऊंचे हैं जिसका आचरण अच्छा है. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്, ലാസ്റ്റ് വലിയ പൂജയും നിസ്കാരവും ഗായത്രി മന്ത്രവും ഒക്കെ ചൊല്ലി അവരാണ് വലിയ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളെന്താണ്, അവരുടെ മുഖം മൂടി പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ജിൻക അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും പൂജ ചെയ്യുകയും 5 നേരം നിസ്കരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നവരെക്കാളും വലിയ ഏറ്റവും നല്ല അധിക അച്ഛ ഓർ ഊഞ്ചേഹ എന്ന് പറയുന്നത് ജിൻക ആചരണ അച്ഛ, ആരുടെ പെരുമാറ്റമാണോ ഏറ്റവും നല്ല രീതിയിലുള്ളത് അവരാണ് ഈ സമൂഹത്തിൽ മാനിക്കപ്പെടുകയുള്ളൂ. ജോ ദൂസറോക്ക് സുഖദുഃഖ ഖ്യാൽ രക്തേ ഹെ, അതുകൂടാണ്ട് എന്താണ്, മറ്റുള്ളവർ സുഖത്തെയും ദുഃഖത്തെയും എല്ലാത്തിനെയും ശ്രദ്ധിക്കുന്നു. അവർ ജോ മൂർഖോങ്കോ കിസി സ്വാർത്ഥി സിദ്ധിക്കലിയെ ഉക്സാന ബഹുത് ബുരാ സംസ്ഥേയം, അതുപോലെ എന്താണ്, പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈശ്വറിൻ നാസ്തികോം അവർ ലാ മസ്ഹബ് ലോകോങ്കി അധിക് പ്യാർ കരേക. ഈശ്വരൻ ഇങ്ങനെയുള്ള നാസ്തിക അവരെയാണ് എന്താണ് ഒരുപാട് സ്നേഹിക്കുകയും അവരെ കൂടുതൽ സ്നേഹിക്കുകയും എന്താണ് ഈശ്വരൻ്റെ മുമ്പിൽ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുക. ഈ സ്വാർത്ഥ സിദ്ധിക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരെ വെറുക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. और वह अपने पवित्र नाम पर अपवित्र काम करने वालों से यही कहना पसंद करेगा. അവരെന്താണ് पसंद करेगा, मुझे मानो या मानो तुम्हारे मानने ही से मेरा ईश्वरत्व कायम नहीं रहेगा. दया करके അവരുടെ और वह अपने पवित्र नाम पर, പവിത്രമായ പേരിനെ അപവിത്രമാക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അവർ പറയണേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. തുമാരെ മാന്നെ ഹി സെ മേര ഈശ്വരത്ത് കായം നഹി രഹക. നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ ഈശ്വരൻ ഇല്ലാണ്ടാവത്തില്ല. കായം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോവില്ല. ദയാക്കർക്ക് എല്ലാവരോടും ദയയോടുകൂടി പെരുമാറിയും പിന്നെന്താ മനുഷ്യത്വക്കോ മനുഷ്യത്തെ അംഗീകരിച്ചും കൊണ്ട് വേണം. പശു ബന്ന ചോടോ ഓർ ആത്മീ ബനോ, അതായത് മനുഷ്യനായിട്ടിരിക്കുക. മനുഷ്യനെന്താണ് മൃഗത്തിൻ്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യനാകൂ എന്ന്. സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യൂ. മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ തമ്മിൽ വഴക്കടിപ്പിക്കാതെ അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്നാണ് ലേഖൻ പറയുന്നത്. മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാതെ ഓരോ വ്യക്തിക്കും അവരേത് മതത്തിൽ വിശ്വസിക്കണമെന്ന്
തിരഞ്ഞെടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അപ്പോൾ അതിലാരും കൈകടത്താതിരിക്കുക എന്നാണ് ലേഖകനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലേഖനം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.